天性。സോളോ ലെവലിംഗ് റീ അവേക്കനിങ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. അതിൻ്റെ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. കിട്ടിയ എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ലായിരുന്നു. അതായത് ഗൂസ് ബംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പീക്കസ്റ്റ് അതാണ് സോളോ ലെവലിംഗ് റീ അവേക്കനിങ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു മൂവി 2 മണിക്കൂർ ഉണ്ടെങ്കിൽ കൂടെ ഇതിൻ്റെ ആദ്യത്തെ 1 മണിക്കൂർ മിച്ചം കഴിഞ്ഞ സീസണിൻ്റെ ഒരു റീക്യാപ്പാണ്. അതായത് ആ ഒരു ഒന്നാമത്തെ സീസണിൽ നടന്നിട്ടുള്ള കുറേ മെയിൻ ഇവൻസിനെ ഒന്നും കൂടെ കാണിക്കുന്ന ഒരു സംഭവം വെച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സീസണിലെ 1 അല്ലെങ്കിൽ 2 എപ്പിസോഡാണ് ഇവർ മെയിനായിട്ടും കാണിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് സെക്കൻഡ് സീസൺ ഇറങ്ങുമ്പോഴത്തേനും വീക്കിലി കിട്ടിപ്പോരും എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ആദ്യത്തെ 2 എപ്പിസോഡാണെങ്കിൽ കൂടെ അത് തന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ലെവലപ്പ് ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. അത് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴത്തേനും മനസ്സിലാകും. അമ്മാതിരി ലെവൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ആ ഒരു റീക്യാപ്പും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈവൻ നമ്മൾ ഫസ്റ്റ് സീസണിൽ കണ്ട കാര്യമാണെങ്കിൽ കൂടെ അവർ ആ ഒരു കാര്യത്തിനെയൊക്കെ തിയേറ്ററിൽ ഇങ്ങനെ മെയിൻ സംഭവങ്ങൾ എടുത്തെടുത്ത് കാണിക്കുമ്പോഴത്തേനും ഒരുപാട് രോമാഞ്ചം അടിക്കുന്ന സീൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കരധികം എൻജോയ് ചെയ്ത് കാണാൻ പറ്റി. അതുപോലെ തന്നെ സെക്കൻഡ് സീസണിലെ ആ ഒരു 2 എപ്പിസോഡ്സിൻ്റെ സംഭവം നമ്മൾ ഇതുവരെ കാണാത്ത കുറേ സംഭവങ്ങൾ, എസ്പെഷ്യലി ഇഗ്രിസ് എന്ന് പറയുന്ന ആ ഒരു മെയിൻ സംഭവം നമ്മുടെ ജിൻവുവിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 2 പേരും തമ്മിൽ അന്യോന്യം പോരാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ 2 പേരും ഒറ്റ സൈഡിൽ നിന്ന് ഒരു എനിമിക്കെതിരെ പോരാടുന്നത് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടില്ലായിരുന്നു. അതും നമുക്ക് ഈ ഒരു സീസണകത്ത് പ്രോപ്പറായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ ആ ഒരു സ്റ്റാർട്ടിങ് സെക്കൻഡ് സീസണിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് വളരെ ഗംഭീരമായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആനിമേഷൻ്റെ ക്വാളിറ്റിയൊക്കെ ഫസ്റ്റ് സീസണെ കഴിഞ്ഞ് ഒരുപാട് ബെറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോഴത്തേനും കൃത്യമായിട്ട് മനസ്സിലാകും. ഭയങ്കരധികം സിനിമാറ്റിക് ആക്കി ഇവരെടുക്കാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് കിട്ടും. ക്വാളിറ്റിയൊക്കെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് വേറെ ലെവലായിട്ടുണ്ട്. അങ്ങനെ ഒരു ഗംഭീര തുടക്കം, ആ ഒരു ഗംഭീര തുടക്കം തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഒരു ലക്കായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ഒരു വലിയ സംഭവമാണെന്ന് കാണിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു സെക്കൻഡ് സീസണിൻ്റെ ആദ്യത്തെ 2 എപ്പിസോഡ് തിയേറ്ററിലിട്ട് കാണിച്ചിട്ടുള്ളത്. അതായത് ഇത് വെറും ട്രെയിലർ. ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നതാണ് മക്കളെ യഥാർത്ഥ സംഭവം എന്ന് കാണിച്ചു തരുന്ന ഒരു കുഞ്ഞൻ സിനിമ. പക്ഷേ കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. സോ റിയലി വെയിറ്റിംഗ്. സെക്കൻഡ് സീസണിൻ്റെ ബാക്കിയുള്ള എപ്പിസോഡ്സിന് വേണ്ടി ഭയങ്കരധികം വെയിറ്റ് ചെയ്തിരിക്കുവാണ്. കാരണം എന്തെങ്കിലുമൊക്കെ നടക്കും. അതൊരു 1.5 നടപ്പായിരിക്കും.